ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. പ്രേമം സീരീസിൻ്റെ എല്ലാ എപ്പിസോഡും ഞാൻ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ ഒരു ലൈക്കും ഹൈപ്പും ഒക്കെ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. അധ്യായം 500 മുതൽ 503 വരെയുള്ളതിൻ്റെ റിവ്യൂ മാത്രമാണ് കേട്ടോ ഞാൻ ഈ വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നത്. അങ്ങനെ സിദ്ധാർത്ഥിൻ്റെ ലൈഫ് സ്റ്റോറിയാക്കി മാറ്റാൻ പോവുകയാണല്ലോ. അതിലെ ആക്ടറായിട്ട് നടനായിട്ട് അഭിനയിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത് സൂര്യ ആയിരിക്കും. നീലിമയും സിദ്ധാർത്ഥൊക്കെ ഡയറക്ടറോടായിട്ടും പ്രൊഡ്യൂസറോടായിട്ടുമൊക്കെ പറയുന്നത്. ആ സമയത്തിന് സൂര്യ നീലിമയോട് പറയും, എനിക്ക് സിദ്ധാർത്ഥിൽ നിന്ന് ഒരുപാടധികം കാര്യങ്ങൾ പഠിക്കാനുണ്ട്. എല്ലാം സാറിനെ കുറിച്ചുള്ള കാര്യങ്ങളാണെന്നും എനിക്കൊന്ന് മനസ്സിലാക്കണം. അതൊക്കെ ആ കഥാപാത്രം ചെയ്യുമ്പോൾ വളരെയധികം ഉപകാരപ്പെടുമല്ലോ എന്നൊക്കെ സൂര്യ പറയും. കഥാപാത്രത്തിൻ്റെ പൂർണ്ണതയ്ക്ക് വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ. സാറിന് ബുദ്ധിമുട്ടാവോ ഇതൊക്കെ ചോദിച്ചത് കേട്ട് നീലിമ പറയുന്നുണ്ട്, ഏയ് എന്ത് ബുദ്ധിമുട്ട്, ഒരു ബുദ്ധിമുട്ടും ഇല്ല. നീ അദ്ദേഹത്തെക്കുറിച്ച് പഠിക്കുന്നതൊക്കെ നല്ലതാണ്. ഞാൻ ആദ്യം ഇതൊക്കെ പഠിക്കണമെന്ന് വിചാരിച്ചു. അതൊരു കഥാപാത്രത്തിന് വളരെയധികം ഗുണം ചെയ്യില്ലേ. ഇത് കേട്ടപ്പോൾ സിദ്ധാർത്ഥ് രൂക്ഷമായിട്ട് നീലിമയെ തന്നെ ഇങ്ങനെ നോക്കുകയാണ്. പക്ഷേ തൻ്റെ ബാക്കിൽ സിദ്ധാർത്ഥ് അല്ലാതെ വേറെ ആരും നടക്കുന്നതും സിദ്ധുവിന് ഇഷ്ടമല്ല. അത് നീലിമക്ക് നന്നായിട്ട് അറിയാം. അവിടെ നിന്നും സിദ്ധാർത്ഥ് പോകുന്നതിൻ്റെ ബാക്കിൽ സൂര്യയും ഉണ്ടായിരുന്നു. ഇത് കേട്ട് ഇതൊക്കെ കണ്ടിട്ടും കേട്ടിട്ടും സിദ്ധാർത്ഥിന് വളരെയധികം ദേഷ്യം തോന്നുന്നുണ്ട്. ഇതേ സമയം നീലിമയോടായിട്ട് ഈ കാര്യങ്ങളൊക്കെ സിദ്ധാർത്ഥ് പറയുന്നുണ്ട്. നീലിമ പറയുന്നുണ്ട്, ദേഷ്യപ്പെടാനൊന്നുമില്ല. ഞാൻ അറിയാതെ നിങ്ങൾക്ക് എവിടെയും പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ അവനോട് പറയാം, നീ പോവണ്ട എന്ന്. ഇത് കേട്ടപ്പോൾ സിദ്ധാർത്ഥ് വളരെ ചീപ്പായിട്ടാണ് തോന്നിയത്. ഇതിനെല്ലാം കാരണക്കാരൻ താനാണല്ലോ എന്നൊക്കെ. പിന്നീട് ഹേമന്തും സിദ്ധാർത്ഥും ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കുകയാണ്. ഓ, അസിസ്റ്റന്റ് ഡയറക്ടറോ? ഓ, അത് നല്ല കാര്യമാണെന്ന് ഹേമന്ത് സിദ്ധാർത്ഥിനോട് പറഞ്ഞു. ഇതൊക്കെ കേട്ട് സിദ്ധാർത്ഥ് പുഞ്ചിരിച്ചതേ ഉള്ളൂ. പിന്നീട് അമലിന്റെ സമ്മതം കിട്ടിയതിനു ശേഷം മാത്രമാണ് നിന്നോട് സംസാരിക്കുന്നത് എന്നൊക്കെ ഹേമന്തിനോട് പറയും. അത് കേട്ടപ്പോൾ ഹേമന്തിന് വളരെയധികം സന്തോഷിച്ചു. നീ എൻ്റെ കൂടെ ഉള്ളത് കൊണ്ടാണ് എനിക്ക് അമലുമായിട്ട് ഇത്തരത്തിലുള്ള വലിയൊരു ബന്ധമൊക്കെ ഉണ്ടാക്കാൻ സാധിച്ചത്. അതൊക്കെ വലിയ കാര്യമല്ലേ. എന്തായാലും സംവിധായകൻ അമലിനെക്കുറിച്ച് പുറത്തുള്ളവർക്കൊക്കെ നല്ല അഭിപ്രായമാണ്. ആ സിനിമയുടെ അനൗൺസ്മെൻറ്റ് വന്നപ്പോൾ തന്നെ ആളുകൾ വളരെയധികം എക്സൈറ്റ്മെൻറ്റിലാണ്. ഈ സിനിമയാണെന്നൊന്നും ഞാൻ ശ്രദ്ധിച്ചില്ല കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ അറിയാതെ പോയത് തന്നെ. പിന്നീട് സിദ്ധാർത്ഥ് ഹേമന്തിനോടായിട്ട് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു. സൂര്യയെക്കുറിച്ചാണ് പറയുന്നത്. അവൻ എൻ്റെ പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു. അവനെ ഒരു വിധത്തിലാണ് ഞാൻ പറഞ്ഞു വിട്ടത് എന്നുള്ള രീതിയിലുള്ള ടോക്കാണ് പിന്നീട് ഉണ്ടായത്. പക്ഷേ ഹേമന്ത് ആണെങ്കിൽ തിരിച്ചു പറഞ്ഞു, ഓ, അവർ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. നിന്റെ റോളൊക്കെ ചെയ്യണമെങ്കിൽ നിന്റെ ക്യാരക്ടർ പഠിക്കണമെന്ന് തന്നെ വലിയ പാടാണ് എന്നൊക്കെ പറയും. പിന്നീട് സിദ്ധാർത്ഥ് ഹേമന്തിനോട് ആവശ്യപ്പെടുന്നത്, ഓ, നീ എനിക്കൊരു ഉപകാരം കൂടി ചെയ്യണം. എനിക്ക് നീലിമയെ പോലെ ഒരു നടിയെ വേണം. നീലിമയുടെ സ്വഭാവം നിനക്കറിയാലോ. അവൾക്ക് വല്ലാത്തൊരു കുശുമ്പുണ്ട്. അതുകൊണ്ട് വലിയ പ്രശ്നം ഉണ്ടാവുമോ എന്നൊന്നും എനിക്കറിയില്ല. എനിക്ക് നല്ല പേടിയുണ്ട്. മാത്രവുമല്ല, നിന്റെ അറിവിൽ ഒരുപാടധികം നടിമാരൊക്കെ ഉള്ളതല്ലേ. നിനക്ക് സിനിമയുമായിട്ട് നല്ല ബന്ധമുള്ളതല്ലേ. സത്യത്തിൽ എന്നേക്കാളും ബന്ധം നിനക്ക് തന്നെയാണല്ലോ. അത് ഞാൻ എപ്പോഴും ഓർക്കാറുമുണ്ട്. സിദ്ധാർത്ഥ് ഹേമന്തിനോടായിട്ട് പറയും. പിന്നെന്താ, ഞാൻ നോക്കാലോ. ഞാൻ നോക്കിയിട്ട് തന്നെ പറയാം. എനിക്കറിയാവുന്ന ആളുകളൊക്കെ ഉണ്ട്. പക്ഷേ ഞാൻ അധികം ഇപ്പോൾ ഈ ഫീൽഡിലില്ലല്ലോ. അതുകൊണ്ട് തന്നെ അധികമായിട്ട് ആരുമായിട്ട് അങ്ങനെ കോണ്ടാക്റ്റ് ഒന്നുമില്ല. എന്തായാലും ഞാൻ അന്വേഷിക്കാം. ആളെ കിട്ടാതിരിക്കില്ല. എന്നിട്ട് ഞാൻ നിന്നെ വിളിച്ചോളാം. അത്രയും പറഞ്ഞ് ഹേമന്ത് പുറത്തേക്ക് പോവാണ്. പിന്നീട് ഹേമന്ത് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം സിദ്ധാർത്ഥിനെ വിളിച്ചു. ഒരു നടിയെ സെറ്റാക്കി എന്ന് പറയും. പക്ഷേ നീലിമയും അതുപോലെ തന്നെ സിദ്ധാർത്ഥും ആ ഒരു നടിയെ ഇവരുടെ റോൾ അനുസരിച്ചുള്ള ആളാണോ എന്നൊക്കെ ഇങ്ങനെ ചെക്ക് ചെയ്യും. ആ സമയത്തിന് നീലിമയ്ക്ക് ഒരു സ്ത്രീയെ കണ്ടപ്പോൾ ഫസ്റ്റ് കുറച്ചൊക്കെ ഇങ്ങനെ ദേഷ്യം തോന്നി. പിന്നീട് താനും അതുപോലെയാണല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് നീലിമ അവളോട് കുറച്ച് സംസാരിക്കുന്നുണ്ട്. അതിനിടയ്ക്ക് തന്നെ അവൾ വന്നിട്ട് നീലിമയോട് പറയുന്നുണ്ട്, ഹോ, മാഡത്തെ എനിക്ക് നന്നായിട്ടറിയാം. മാഡത്തിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ എനിക്ക് സ്റ്റാർഡൻ മീഡിയയെക്കുറിച്ചും ഒക്കെ നന്നായിട്ട് പഠിക്കാലോ. അതുകൊണ്ട് എനിക്ക് വലിയൊരു ആഗ്രഹമായിരുന്നു എന്ന് പറയും. ഇതൊക്കെ എന്തായാലും സ്റ്റാർഡൻ മീഡിയയിൽ കയറി പറ്റാൻ ഞാൻ ഒരുപാടധികം ട്രൈ ചെയ്തിരുന്നു. പക്ഷേ സെലക്ട് ആയില്ല. പിന്നീട് ഞാൻ അതിന് ശ്രമിച്ചിട്ടേ ഇല്ല. പകരം എൻ്റെ കരിയറിൽ ഞാൻ ഫോക്കസ് ചെയ്യാനാണ് ഞാൻ പിന്നീട് ശ്രമിച്ചത്. അതുകൊണ്ടിപ്പോൾ എനിക്ക് ഗുണമായി. മാഡത്തെ എനിക്ക് അടുത്ത് നിന്ന് തന്നെ കാണാൻ പറ്റിയല്ലോ. ഇത് കേട്ടപ്പോൾ നീലിമ പറയുന്നുണ്ട്, ഞാനിതുവരെ കണ്ട നടിമാരെ പോലെയല്ല നീ. നിനക്ക് ഒരുപാടധികം പ്രത്യേകതകളൊക്കെയുണ്ട്. വളരെ സത്യസന്ധമായിട്ടാണ് നീ സംസാരിക്കുന്നത്. അതെനിക്ക് ഒരുപാടധികം ഇഷ്ടപ്പെട്ടു. അതൊക്കെ നീലിമ പറഞ്ഞങ്ങ് നിർത്തുകയാണ്. ജ്യോതിക തന്നെ പറ്റി പുകഴ്ത്തുന്നതൊക്കെ നീലിമയ്ക്ക് നല്ലതുപോലെ അങ്ങ് ബോധിച്ചിരിക്കുന്നു. പിന്നീട് സൂര്യയും സിദ്ധാർത്ഥവും നീലിമയും ജ്യോതികയും എല്ലാവരും സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് അശ്വിൻ അങ്ങോട്ടേക്ക് കടന്നു വരുന്നത്. അശ്വിൻ്റെ വരവോടുകൂടി ജ്യോതിക പെട്ടെന്ന് തന്നെ അശ്വിൻ്റെ അടുത്തേക്ക് പോവാണ്. എന്നിട്ട് ഓരോ കാര്യങ്ങളൊക്കെ ചോദിച്ചു. പക്ഷേ ഇത് കണ്ട നീലിമ, ഓ, തന്നെ പോലെ തന്നെയാ, ഒരു പാവം ക്യാരക്ടറാണെന്നൊക്കെയാണ് നീലിമ ജ്യോതികയെ പറ്റിയിട്ട് വിചാരിച്ചു വെച്ചിരിക്കുന്നത്. എന്നിട്ട് അശ്വിനോടായിട്ട് ഓരോ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷേ പെട്ടെന്ന് തന്നെ അശ്വിൻ നീലിമയുടെ അടുത്തേക്ക് ചോദിക്കാണ്, അമ്മേ, ഇതാരാ അമ്മേ? നീലിമ പറഞ്ഞു, ഇത് സിനിമയിൽ അമ്മയുടെ റോൾ അഭിനയിക്കാൻ പോകുന്ന ആൻറ്റിയാണ് മോനെ. വീണ്ടും അശ്വിൻ ജ്യോതികയെ നോക്കിയിട്ട് ചോദിച്ചു, അല്ല, സിനിമയിൽ ആൻറ്റി നല്ലതുപോലെ അഭിനയിക്കുമോ?
ഹോ, അത് അഭിനയിക്കാലോ. എനിക്ക് അമ്മയെ പോലെ ശ്രമിക്കാം. അത് മാത്രമേ ഇപ്പം പറയാൻ പറ്റൂ. നിന്റെ അമ്മ വേറെ ലെവലല്ലേ, ഞാൻ എങ്ങനെയാ അതുപോലെ ആവുന്നത്? അവളുടെ ഓരോ വാക്കിലും സൂര്യയും നീലിമയും ഇൻസ്പിറേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അവളെ നോക്കിക്കൊണ്ട് തന്നെ അശ്വിൻ പറഞ്ഞു, എന്തായാലും ആൻറ്റി അമ്മയുടെ റോൾ ചെയ്യുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. അവൻ പറഞ്ഞത് കേട്ട് നീലിമ അവനെ തന്നെ നോക്കി. എന്നിട്ട് പറയുന്നുണ്ട്, നിന്റെ സമ്മതം കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു അവരിങ്ങോട്ടേക്ക് വന്നത്. എന്തായാലും ഇനിയിപ്പോൾ അമ്മയുടെ റോൾ ആ ആൻറ്റി തന്നെ അഭിനയിക്കട്ടെ അല്ലേ? നിനക്കും കൂടി ഇഷ്ടമായ നമുക്കിതങ്ങ് ഫിക്സ് ചെയ്യാം. ഇത് പറഞ്ഞത് കേട്ടിട്ട് അശ്വിന് ഭയങ്കര സന്തോഷം തോന്നി. പെട്ടെന്ന് തന്നെ അശ്വിൻ കയ്യിൽ നിന്നും അവൻ കുടിക്കുന്ന കോഫിയുടെ കപ്പ് താഴേക്കങ്ങ് വീണു. അവൻ്റെ കൈയൊക്കെ മുറിഞ്ഞു. ആ സമയത്തിന് ജ്യോതിക നന്നായിട്ട് അവനെ ട്രീറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇത് കണ്ടപ്പോൾ സൂര്യക്കും നീലിമക്കൊക്കെ വളരെയധികം സന്തോഷം തോന്നി. പക്ഷേ ജ്യോതികയുടെ മനസ്സിൽ അപ്പോഴും നീലിമയേക്കാൾ നന്നായിട്ട് അഭിനയിക്കണമെന്നും സിദ്ധാർത്ഥിൻ്റെ പ്രീതി പിടിച്ചു പറ്റണമെന്നൊക്കെയായിരുന്നു ജ്യോതികയുടെ മനസ്സിൽ. പക്ഷേ അവളുടെ മുഖത്തെ ആ ഒരു ഭാവമാറ്റങ്ങളൊന്നും തന്നെ ആരും ഗൗനിച്ചില്ല. പിന്നീട് അങ്ങോട്ടേക്കുള്ള ദിവസങ്ങളിൽ നീലിമ ജ്യോതികയോട് ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാൻ ശ്രമിച്ചു. പക്ഷേ ഇതിനിടയ്ക്ക് സിദ്ധാർത്ഥ് നീലിമയോടായിട്ട് പറയുന്നുണ്ട്, നിന്റെ സെലക്ഷൻ ഒരിക്കലും തെറ്റാറൊന്നുമില്ലല്ലോ. പിന്നീട് അധികം സ്വാതന്ത്ര്യം കാണിച്ചു എന്നൊക്കെ വിചാരിച്ചിട്ട് നീ എന്നോട് ദേഷ്യപ്പെടാനൊന്നും നിൽക്കണ്ട. അപ്പം നീലിമ പറയുന്നത്, നിങ്ങളോടധികം ഫ്രീഡം എടുക്കേണ്ട കാര്യമൊന്നും ആർക്കും ഇല്ല. അഭിനയിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ അഭിനയിച്ചിട്ട് അങ്ങോട്ടേക്ക് പോയാൽ മതി. ഓവറായിട്ട് സ്വാതന്ത്ര്യം എടുക്കുന്നത് ആരായാലും ഞാൻ സമ്മതിക്കില്ല. അതിപ്പോൾ അന്ന് വന്ന പെണ്ണായാലും ജ്യോതികയായാലും എനിക്കൊരുപോലെ തന്നെയാണ്. പിന്നെ ജ്യോതിക അങ്ങനെയൊന്നും ചെയ്യില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് ഞാൻ അവളോട് ഇങ്ങോട്ടേക്ക് വീട്ടിലേക്ക് വരാൻ പറഞ്ഞത്. സിദ്ധു നല്ലൊരു പണക്കാരനായതുകൊണ്ടാണ് പ്രിയ നിങ്ങളെ വളക്കാൻ നോക്കിയത്. പക്ഷേ ജ്യോതിക അങ്ങനെയുള്ള കുട്ടിയൊന്നുമല്ല. ഇത് സിദ്ധാർത്ഥ് ഒരു ചെറു പുഞ്ചിരിയോടുകൂടിയാണ് കേട്ടു നിന്നത്. അതേസമയം അശ്വിനും ജ്യോതികയും ഭയങ്കര കൂട്ടായിരുന്നു. അത് കണ്ടപ്പോൾ തന്നെ നീലിമയ്ക്ക് വളരെയധികം സന്തോഷം തോന്നി. കാരണം അശ്വിൻ എന്ന് പറയുന്ന ഒരു കുട്ടി പെട്ടെന്നൊന്നും അങ്ങനെ ആരോടും കണക്റ്റ് ആവാത്തൊരു കൂട്ടത്തിലാണ്. പക്ഷേ ജ്യോതികമായിട്ട് അവനെന്തോ പെട്ടെന്ന് തന്നെ കണക്റ്റ് ആയിരിക്കുന്നു. പിന്നീട് ജ്യോതിക സിദ്ധാർത്ഥിനോടായിട്ട് സംസാരിക്കാൻ വരുന്നുണ്ട്. ആ സമയത്തിന് സിദ്ധാർത്ഥിന് ഇനി ഇത് നീലിമ കണ്ടു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നമാവുമെന്ന് കരുതി പോകുമെന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ അവൻ പെട്ടെന്ന് ചെന്നു പോവാൻ തുടങ്ങിയപ്പോൾ ജ്യോതിക ചോദിക്കുന്നുണ്ട്, സാറിന് ബുദ്ധിമുട്ടെങ്കിൽ എന്നോടൊന്ന് സംസാരിക്കാമോ ഒന്ന് ഇവിടെ വന്ന് ഇരിക്കാമോ? എനിക്ക് സാറിന്റെ പുതിയ പ്രോജക്റ്റുകളെ കുറിച്ചൊക്കെ അറിയണമെന്ന് ആഗ്രഹമുണ്ട് എന്ന് ജ്യോതിക പറഞ്ഞു. അപ്പോൾ അവൻ മറ്റൊന്നും അറിയാതെ നീലിമയുടെ നേർക്കിങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു. നീലിമ അതൊന്നും പ്രശ്നമില്ലാത്ത മട്ടിലാണ് നിന്നത്. അതുകൊണ്ട് തന്നെ സിദ്ധാർത്ഥ് അവിടെ തന്നെ ഇരുന്നു. ഇതേ സമയം ജ്യോതിക സിദ്ധാർത്ഥിനോടായിട്ട് പല ചോദ്യങ്ങളും ചോദിക്കുന്നുണ്ട്. പക്ഷേ ഒന്നിനും സിദ്ധാർത്ഥ് മറുപടി നൽകിയില്ല. ഇതേ സമയം സൂര്യയോ സിദ്ധാർത്ഥിന് എന്തെങ്കിലും മറുപടി നൽകി കഴിഞ്ഞാൽ അതെന്തെങ്കിലും ഇഷ്യൂ ആവുമെന്ന് വിചാരിച്ചിട്ട് ജ്യോതികയുടെ എല്ലാ ചോദ്യത്തിനും മറുപടി കൊടുക്കുന്നത് സൂര്യ തന്നെയായിരിക്കും. ഇതേ സമയം ജ്യോതിക സിദ്ധാർത്ഥിനോടായി ചോദിക്കുന്നുണ്ട്, നല്ല പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ കമ്പനിയിൽ തന്നെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഈ സിനിമ നമുക്ക് തന്നെ ചെയ്യാമായിരുന്നില്ലേ? അങ്ങനെ പറഞ്ഞ സൂര്യ ഉടനടി തന്നെ മറുപടി പറഞ്ഞു, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മുടെ കമ്പനി ചെയ്യില്ല. നടീനടന്മാർ മാത്രമാണ് ഇവിടെ ഉള്ളത്. ഇനി ഇതുപോലുള്ള നിനക്ക് എല്ലാ കാര്യങ്ങളും അറിയാമെന്നാണല്ലോ പറഞ്ഞത്. അപ്പോൾ ഇത്തരം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും നിനക്കറിയില്ലേ? ഞങ്ങളുടെ കമ്പനിയെക്കുറിച്ചൊക്കെ സൂര്യ ചോദിച്ചു. ഞാൻ അങ്ങനെ ചോദിച്ചതല്ല. നിങ്ങളുടെ കമ്പനിയിൽ 1-2 ഡയറക്ടർമാരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് വലിയ പ്രോജക്റ്റൊക്കെ ചെയ്യാമായിരുന്നില്ലേ? അതോർത്ത് പറഞ്ഞതാണ്. സാരമില്ല, ഇനിയിപ്പോൾ സിനിമയുടെ ഭാഗമായതുകൊണ്ട് തന്നെ സാറിനും ഒരുപാട് ഗുണങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ പിന്നെ പുതിയ ഡയറക്ടർമാരൊക്കെ കമ്പനിയിലുള്ള നടീനടന്മാരും ഒക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങും. ആ സമയത്തിന് സിദ്ധാർത്ഥിനെ കുറിച്ച് എന്തോ ജ്യോതിക പൊക്കി പറഞ്ഞതാണ്. പക്ഷേ നീലിമ അതൊട്ടുമങ്ങ് രസിച്ചില്ല. അതുകൊണ്ട് തന്നെ നീലിമ മനസ്സിൽ പറയുന്നുണ്ട്, തൻ്റെ ഭർത്താവിനെ പൊക്കി പറഞ്ഞത് കൊണ്ട് മാത്രം അവളെ എവിടെ നിന്നും പുറത്താക്കാനൊന്നും പറ്റില്ലല്ലോ. കാരണം ഈ ഒരു റോള് ചെയ്യേണ്ടത് അവളുടെ കൂടെ ആവശ്യമാണല്ലോ. അവൾ മോശമായിട്ടൊന്നും സിദ്ധുവിനോട് സംസാരിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അവളിൽ ഒരു ട്രസ്റ്റ് ഉണ്ടായിരുന്നുവെങ്കിലും അവളുടെ ചെറിയ വ്യത്യാസം എന്തോ നീലിമയ്ക്ക് വല്ലാത്തൊരു പന്തികേട് തോന്നാണ്. അങ്ങനെ നീലിമ ഒരു പന്തികേടോടുകൂടെ തന്നെ ജ്യോതികയെ നോക്കി നിൽക്കുന്നതും കാണിച്ചുകൊണ്ടാണ് കേട്ടോ എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. ബൈ.